പേടിപ്പെടുത്തുന്ന കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അതായിരുന്നല്ലോ പണ്ട് മുത്തശ്ശിയുടെ വീട്ടിൽ പോകുമ്പോൾ കസിൻസ് എല്ലാം പറയുന്ന പേടിപ്പിക്കുന്ന കഥകൾ കേട്ട് പുതച്ചുമൂടി കിടന്നിരുന്നത്. അത്തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ ആർക്ക് സംഭവിച്ചതാണെന്നോ എവിടെ സംഭവിച്ചതാണെന്നോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടാറില്ല. എങ്കിലും യഥാർത്ഥ ഒരു സ്ഥലവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ചില സാങ്കല്പിക കഥകളാണെന്ന് പറയാം. ഇത്തരം കഥകളെയാണ് അർബൻ ലെജൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പറയട്ടെ. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ഈ കഥ പ്രകാരം ഒരു ഭർത്താവും ഒരു ഭാര്യയും പുതിയൊരു വീട് വാങ്ങാനായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് വില്യം മാൻഷൻ എന്നൊരു വലിയ വീട് വിൽക്കാനുണ്ടെന്ന് പറയുന്നത്. അവർ ആ വീട് പോയി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് ആ വീട് വാങ്ങിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ വീട് അവർ വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം പഴയ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും അവർ പുതിയ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഈ ഭർത്താവും ഈ ഭാര്യയും അവരുടെ ഒരു വളർത്തുനായയുമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ളത്. ഈ ഭർത്താവിനെ നമുക്ക് തൽക്കാലം വില്യംസ് എന്ന് വിളിക്കാം. പുതിയ വീട്ടിലേക്ക് മാറിയതും പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്യുവാൻ ആരംഭിച്ചു. അവർക്ക് ഒരുപാട് പെയിന്റിങ്ങിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഓരോ പെയിന്റിങ്ങും അവർ ചുമരിൽ തൂക്കുവാനായി ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രത്യേക ചുമരിൽ ആണി അടിച്ചപ്പോൾ വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾക്കുന്നത്. വില്യംസ് ആ ചുമരിന്റെ പല ഭാഗത്തായി ചുറ്റിക്കൊണ്ട് തട്ടി നോക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും വ്യത്യസ്തമായ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. ആ ശബ്ദം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചുമര് താൽക്കാലികമായ ഒരു ഹാർബോർഡ് കൊണ്ട് നിർമ്മിച്ച പോലെയായിരുന്നു. അതായത് ആ ചുമരിനപ്പുറത്ത് ഒന്നുകിൽ വലിയൊരു ഹാളോ അല്ലെങ്കിൽ വലിയൊരു റൂമോ കാണണം. അതിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഹാർബോർഡ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ചുമരായിരുന്നു അത്. ഇത് മനസ്സിലാക്കിയ വില്യംസും അയാളുടെ ഭാര്യയും ആ ചുമര് ചുറ്റിക വെച്ച് അടിച്ചു പൊളിക്കുന്നുണ്ട്. ആ ചുമര് പൊളിച്ചു മാറ്റിയതും അവർക്ക് കാണാനായത് മറ്റൊരു ചുമരും അതിൽ മറ്റൊരു വാതിലുമായിരുന്നു. വില്യംസും ഭാര്യയും കൂടി ആ വാതിൽ തുറക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ അപ്പോൾ തെളിഞ്ഞു വന്നത് നീണ്ടു കിടക്കുന്ന സ്റ്റെപ്പുകളായിരുന്നു. അവർ പതിയെ കുനിഞ്ഞ് ആ സ്റ്റെപ്പിനുള്ളിലേക്ക് നോക്കുന്നുണ്ട്. ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ മാത്രമേ വ്യക്തമായി കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇരുട്ട് മൂടി കിടക്കുകയാണ്. അവിടേക്കുള്ള വെളിച്ചം ഓണാക്കാനായി അവർ ആ ഭാഗത്തൊന്നാകെ സ്വിച്ചിന് വേണ്ടി തിരയുന്നുണ്ട്. എന്നാൽ അതിനുള്ളിലേക്ക് വെളിച്ചം കടന്നു വരാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വില്യംസും ഭാര്യയും കയ്യിൽ ഓരോ ടോർച്ചും കരുതി ആ സ്റ്റെപ്പുകൾ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അവസാനം അവർ എത്തിപ്പെട്ടത് 8-10 പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ സാധിക്കുന്ന ചെറിയൊരു റൂമിലായിരുന്നു. ആ റൂമിന്റെ രണ്ടറ്റത്തായി ഓരോ ചങ്ങലകളും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ചങ്ങലയുടെ അറ്റത്ത് ഓരോ കൈവിലങ്ങുകളും ഉണ്ടായിരുന്നു. ഇത് കണ്ടതും വില്യംസും ഭാര്യയും പരസ്പരം നോക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു രഹസ്യ റൂം ഉണ്ടാക്കിയിട്ടുള്ളത്? മാത്രമല്ല ആ റൂമിൽ ചങ്ങലയും അതിൽ 2 കൈവിലങ്ങുകളും. ആരെയോ കെട്ടിയിടാൻ വേണ്ടി നിർമ്മിച്ച റൂം പോലെയാണ് അവർക്ക് തോന്നിയത്. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മേലെ പകുതിക്ക് വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വേഗം തിരികെ മുകളിലേക്ക് കയറുന്നുണ്ട്. കാരണം അന്നൊരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് ആ വീട് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആ വീട് അറേഞ്ച് ചെയ്ത് തീർത്തതും രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് വില്യംസും ഭാര്യയും ഉറങ്ങാൻ കിടക്കുന്നു. പകുതി ഉറങ്ങിയ സമയത്തായിരുന്നു വില്യംസ് വ്യത്യസ്തമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. ആരോ നിലവിളിക്കുന്നത് പോലെയും ചങ്ങലകൾ അനങ്ങുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു അയാൾ കേട്ടിരുന്നത്. മാത്രമല്ല അയാളുടെ വളർത്തുനായ കുരച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് ആരോ വാതിൽ തുറക്കുന്ന ഒരു ശബ്ദവും വില്യംസ് കേൾക്കുകയുണ്ടായി. ഏതോ ഒരു കള്ളൻ വീട്ടിനകത്ത് കയറി പറ്റിയിട്ടുണ്ട്. അതാണ് അയാൾ ആദ്യം ചിന്തിച്ചത്. ഉടനെ തന്നെ കയ്യിലൊരു ടോർച്ചും മറ്റേ കയ്യിൽ ചെറിയൊരു ആയുധവും പിടിച്ചുകൊണ്ട് അയാൾ ബെഡ്റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നു. വീട്ടിലേക്ക് കയറാൻ സാധ്യതയുള്ള എല്ലാ ഡോറും അയാൾ പോയി പരിശോധിക്കുന്നുണ്ട്. കിടക്കാൻ നേരം ലോക്ക് ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും ആ ഡോറുകളെല്ലാം ലോക്കായി കിടക്കുന്നുണ്ട്. അതിനർത്ഥം അതുവഴി ആരും തന്നെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. പിന്നെ എവിടെ നിന്നായിരിക്കും ഈ ശബ്ദം കേട്ടത്? വില്യം കുറച്ചു നേരം ചിന്തിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് ആ സീക്രട്ട് റൂമിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇനി അതിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നത്? അത് ഉറപ്പിക്കാൻ വേണ്ടി അയാൾ ആ സീക്രട്ട് റൂമിന്റെ വാതിൽ തുറന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ടോർച്ചടിച്ച് അയാൾ ചുറ്റും നോക്കുമ്പോഴും അതിനകത്തും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം വില്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആ കൈവിലങ്ങുകൾ അത് രാവിലെ കണ്ട സ്ഥാനത്തായിരുന്നില്ല ഇപ്പോൾ കിടക്കുന്നത്. അത് സ്ഥാനം മാറിയിട്ടുണ്ട്. പക്ഷെ ആ റൂമിൽ നിൽക്കുമ്പോൾ വില്യംസിന് എന്തൊന്നുമില്ലാത്ത ഒരു ഭയം വരാൻ ആരംഭിച്ചു. അയാൾ ഉടനെ തന്നെ തിരികെ കയറുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രാവിലെ ആയതും ഭാര്യയോട് ഈ കാര്യം പറയുന്നു. ആര് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടുവെന്നും ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചുമെന്നെല്ലാം അയാൾ ഭാര്യയോട് പറയുന്നുണ്ട്. അതെല്ലാം വന്നത് ആ രഹസ്യ റൂമിന്റെ ഉള്ളിൽ നിന്നാണോ എന്ന് എനിക്ക് സംശയവുമുണ്ട് എന്നും അയാൾ ഭാര്യയോട് പറയുന്നു. എന്നാൽ വില്യംസിന്റെ ഈ സംസാരം കേട്ട് ഭാര്യ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. നിങ്ങൾ പകല് മുഴുവനും ആ റൂമിനെ പറ്റി ചിന്തിച്ചത് കാരണമാണ് ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം വരുന്നത്.
അതുകൊണ്ട് തന്നെ ആ റൂമും അതിലെ ചങ്ങലയും നമ്മുടെ വിഷയമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലും ചിന്തിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് ഭാര്യ ഉപദേശിക്കുന്നുണ്ട്. അയാളും അത് ശരിയായിരിക്കും. ആ ദിവസം മൊത്തം ഞാൻ ആ രഹസ്യ റൂമിനെ പറ്റിയിട്ടായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിചാരിച്ച് അതിനെ മറന്നു കളയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ വളർത്തുനായ പലപ്പോഴും ചുമരുകൾ നോക്കി വല്ലാണ്ട് കുരച്ചിട്ടുണ്ടായിരുന്നു. ആ രഹസ്യ റൂമിലേക്ക് നോക്കി അത് മുരളുകയും കുരയ്ക്കുകയും ചെയ്തിരുന്നു. ഇവർ അത് വലിയ കാര്യമാക്കി എടുത്തിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 ദിവസങ്ങൾ കടന്നുപോയി. ആ ദിവസങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ വില്യംസ് കേൾക്കുകയുണ്ടായിരുന്നില്ല. അയാൾ പതിയെ അത് മറക്കുകയും ചെയ്തു. എന്നാൽ 3-ാം ദിവസം വീണ്ടും ഇത്തരത്തിലുള്ള ആരും സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും ചങ്ങല അനങ്ങുന്ന ശബ്ദവും അയാൾ കേൾക്കാൻ ആരംഭിച്ചു. ഈ കേൾക്കുന്ന ശബ്ദം എൻ്റെ തോന്നലല്ല എന്നും അത് ഞാൻ ശരിക്കും കേൾക്കുന്ന ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ വില്യംസ് പതുക്കെ ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട്. അയാളുടെ ലക്ഷ്യം ആ രഹസ്യ റൂം തന്നെയായിരുന്നു. പതിയെ ടോർച്ച് കൊണ്ട് ആ രഹസ്യ റൂം തുറന്ന് അയാൾ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അയാൾ കരുതിയതുപോലെ തന്നെ ആ ചങ്ങലയും ആ കൈവിലങ്ങുകളും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്നാൽ അയാൾ നോക്കി നിൽക്കി ആ കൈവിലങ്ങുകൾ പതുക്കെ അനങ്ങുന്നു. ഇത് കണ്ടതും വില്യംസ് ആകെ ഭയന്നു പോകുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ വേഗം മുകളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ആയതും ഇതും ഭാര്യയോട് പറയുന്നുണ്ട്. എന്നാൽ ഭാര്യ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ആ വീട്ടിൽ അവരറിയാതെ മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് വില്യംസിന് സംശയം തോന്നാൻ ആരംഭിച്ചു. അത് ഉറപ്പിക്കാനായി അയാൾ മാർക്കറ്റിൽ നിന്നും കുറച്ച് CCTV ക്യാമറകൾ വാങ്ങിക്കുകയും അത് വീട്ടിനകത്ത് പല ഭാഗത്തായി ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് രാത്രി വില്യംസിന് കിടന്നുറങ്ങാനേ സാധിച്ചില്ല. കാരണം ആ CCTV ക്യാമറയിൽ എന്തായിരിക്കും റെക്കോർഡായിട്ടുണ്ടാവുക എന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസമായതും ആ CCTV ക്യാമറകൾ പരിശോധിക്കലായിരുന്നു അയാളുടെ ജോലി. എന്നാൽ അയാൾ കരുതുന്നത് പോലെയുള്ള യാതൊരു തരത്തിലുള്ള വിഷ്വൽസും ആ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ചില്ല. പിന്നെയും 1-2 ദിവസങ്ങൾ ഇത് തന്നെ തുടർന്നു. എന്നാൽ അയാൾ വിചാരിച്ചതുപോലെയുള്ള ഒരു വിഷ്വൽസും ആ CCTV ക്യാമറകളിൽ നിന്ന് ലഭിച്ചില്ല. എന്നാൽ അടുത്ത ദിവസം വില്യംസും ഭാര്യയും കിടന്നുറങ്ങുന്ന സമയം അയാളുടെ നായ വീട്ടിന്റെ ഹാളിൽ നിന്ന് മുരളുകയും കുരയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അയാൾ ജോലികളെല്ലാം തീർത്ത് ഹാളിൽ വന്നിരിക്കുമ്പോഴാണ് തന്റെ നായ ആ റൂമിലേക്ക് നോക്കി, ആ രഹസ്യ റൂമിലേക്ക് നോക്കി മുരളുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. തലേ ദിവസം രാത്രിയും ഇത്തരത്തിലുള്ള ഒരു മുരൾച്ച അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ CCTV ക്യാമറകൾ അയാൾ പരിശോധിക്കുന്നുണ്ട്. ആ രാത്രി നടന്നത് ഇങ്ങനെയായിരുന്നു. ആ നായ ആ ഡോറിനടുത്ത് നിന്ന് കുരച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വില്യംസിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡോറ് പതിയെ തുറക്കുന്നു. അതിൽ നിന്ന് വിളറി വെളുത്തതും ചുക്കി ചുളുങ്ങിയതുമായ ഒരു കൈ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ നായയെ പിടിക്കലായിരുന്നു ആ കൈയുടെ ലക്ഷ്യം. എന്നാൽ നായയുടെ അടുത്തേക്ക് ആ കൈകൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ കൈകൾ എന്തിലോ കെട്ടിയിട്ടതുപോലെ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്തത്. കുറച്ച് സമയത്തിന് ശേഷം ആ കൈകൾ ഉള്ളിലേക്ക് പോവുകയും ആ വാതിൽ തനിയെ അടയുകയും ചെയ്തു. ഇത് കണ്ട് ആകെ ഭയത്തോടെ നിൽക്കുകയാണ് വില്യംസ്. ഉടനെ തന്നെ തന്റെ ഭാര്യയെ വിളിച്ച് അവൾക്കും ഈ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതും ആ ഭാര്യയും ആകെ പേടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ ചുറ്റിപ്പറ്റി ആ വീട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ രഹസ്യ അറ എന്തിനു വേണ്ടിയിട്ടാണ് പഴയ ഓണർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഇതെല്ലാം അവരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നു. അവർ ആ വീടിനെ പറ്റി തൊട്ടടുത്ത അയൽവാസികളോടെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ വീട് 100 വർഷത്തിന് മുകളിലായി ആ നാട്ടിൽ തന്നെ ഉള്ളതാണ് എന്ന് മാത്രമേ അവർക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അയൽവാസികൾക്കൊന്നും ആ വീടിനെ പറ്റി കൂടുതൽ ഒന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ അവർ ആ നാട്ടിലെ ലൈബ്രറിയിൽ പോയി ആ വീടിനെ പറ്റിയുള്ള എന്തെങ്കിലും ബുക്കുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ബുക്കും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ആ സമയത്താണ് ആ ലൈബ്രറിയൻ അവർ തിരയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ആ വീടിനെ പറ്റി പറയുന്ന ഏതെങ്കിലും ബുക്ക് ഈ ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് വില്യംസ് ചോദിക്കുന്നുണ്ട്. അതിനയാൾ അത്തരത്തിലൊരു ബുക്കും ഇവിടെ ഇല്ല എന്നും എന്നാൽ ആ വീടിനെ പറ്റി തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നും പറയുന്നു. അയാൾ പറഞ്ഞത് മറ്റൊരു കഥയായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ എന്ന കോടീശ്വരൻ അയാൾക്ക് വേണ്ടി നിർമ്മിച്ച വലിയൊരു സൗധമാണ് ആ വില്യം മാൻഷൻ. അയാൾ വലിയൊരു കോടീശ്വരൻ മാത്രമായിരുന്നില്ല, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ കൂടിയായിരുന്നു. അയാൾ ആ വീട് നിർമ്മിക്കുന്ന സമയം ആ വീട്ടിൽ ജോലിക്ക് വന്ന പലരെയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ആ വീട്ടിലെ പല റൂമുകളിലും പല അടിമകളെയും കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് കൊന്നു തള്ളിയിട്ടുണ്ട് എന്ന കഥകളും ഈ നാട്ടിൽ പരന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പഴയ വീടുകളെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ടാകും. നിങ്ങളൊന്നും തന്നെ വിശ്വസിക്കേണ്ടതില്ല എന്ന് ആ ലൈബ്രറിയൻ പറയുന്നുണ്ട്. എന്നാൽ ഈ കഥ കേട്ടതും വില്യംസിനും ഭാര്യയ്ക്കും പേടി കൂടുകയാണ് ഉണ്ടായത്. കാരണം അവർ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്നത് ആ ലൈബ്രറിയൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത് വെറും കെട്ടുകഥകളല്ല എന്ന് വില്യംസിനും ഭാര്യയ്ക്കും നന്നായിട്ട് അറിയാമായിരുന്നു. ഈ കഥകളെല്ലാം കേട്ട് ആ ഹസ്ബൻഡും വൈഫും തിരികെ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അന്ന് രാത്രി അവർക്ക് വളരെ മോശപ്പെട്ട ഒരു രാത്രിയായി മാറി. കാരണം രണ്ടുപേർക്കും ഉറങ്ങാനേ സാധിച്ചില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞതും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ
രണ്ടുപേരും ഒരുപോലെ കേൾക്കാൻ ആരംഭിച്ചു. മാത്രമല്ല ചങ്ങലകൾ നിരന്തരം അനങ്ങുന്ന ശബ്ദവും അവർക്ക് കേൾക്കാമായിരുന്നു. അതിനോടൊപ്പം തന്നെ അവരുടെ വളർത്തുനായ നിരന്തരം കുരച്ചുകൊണ്ടേയിരുന്നു. ഉടനെ തന്നെ വില്യംസ് ആ ചങ്ങല അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെല്ലാം വരുന്നത്, ആ ചങ്ങല ഉടനെ തന്നെ അവിടെ നിന്ന് പൊളിച്ചു മാറണമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലൊരു കോടാലിയും മറ്റു കയ്യിലൊരു ടോർച്ചും എടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് പോകുന്നുണ്ട്. വില്യംസിന്റെ ഭാര്യയും അയാളുടെ പുറകെ തന്നെ പോകുന്നു. വില്യംസ് ആ രഹസ്യ അറിയുടെ വാതിൽ തുറന്ന് ആ സ്റ്റെപ്പുകൾ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. വില്യംസിന്റെ ഭാര്യ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് വില്യം ഇറങ്ങി പോകുന്നത് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ കുറച്ച് കഴിഞ്ഞതും വില്യംസിന്റെ ഉറക്കെയുള്ള കരച്ചിലാണ് കേട്ടത്. അതിനൊപ്പം തന്നെ ആ സീക്രട്ട് റൂമിന്റെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ വന്ന് അടയുകയും ചെയ്തു. വില്യംസിന്റെ ഭാര്യയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ വേഗം ചെന്ന് ആ വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് തുറക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ട് ആ വാതിൽ ഉറക്കെ മുട്ടുകയും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു ഗുണവും ഉണ്ടായില്ല. എന്നാൽ ആ സമയം ആ റൂമിന്റെ ഉള്ളിൽ നിന്നും വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും പെട്ടെന്ന് ആ വാതിൽ തുറക്കുകയും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വില്യംസ് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. വില്യംസിന്റെ മുഖം കണ്ടതും വില്യംസിന്റെ ഭാര്യ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് എന്തോ കണ്ട് വല്ലാതെ ഭയന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വില്യംസിന്റെ ഭാര്യ ചോദിച്ചപ്പോൾ വില്യംസ് പറയുന്നത് അത് പോയി എന്നായിരുന്നു. അതിനുശേഷം അയാൾ ഒന്നുകൂടി പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തോ ഉണ്ടായിരുന്നു, അത് ഇവിടെ നിന്നും പോയി, ഇതായിരുന്നു പറഞ്ഞത്. അതിനുശേഷം വില്യംസ് ആ റൂമിൽ എന്താണ് ഉണ്ടായതെന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ റൂമിലേക്ക് ഞാൻ പതിയെ ഇറങ്ങി ചെല്ലുമ്പോൾ ആ രണ്ട് കൈവിലങ്ങുകളും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് വിളറി വെളുത്ത ഒരു മുഖവും എനിക്ക് കാണാൻ സാധിച്ചു. അത് കണ്ടതും ഭയത്താൽ ഞാൻ ഉറക്കെ കരയുകയാണ് ചെയ്തത്. മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് ടോർച്ചും ആ കോടാലിയും നിലത്ത് വീഴുകയും ചെയ്തു. ഞാൻ ഉടനെ തന്നെ ആ റൂമിന്റെ ഒരു മൂലയിൽ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നും ആ മുഖമുള്ള രൂപത്തെ ഞാൻ വ്യക്തമായും കണ്ടു. രണ്ട് കൈകളും ആ വിലങ്ങിൽ ബന്ധിപ്പിച്ച രീതിയിൽ ആ രൂപം കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ തൊലിയൊന്നാകെ ചുക്കി ചുളുങ്ങിയതുമായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയം അത്രയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഈ ചങ്ങല പൊട്ടിക്കണം എന്ന് മാത്രമായിരുന്നു. അപ്പോൾ കിട്ടിയ ധൈര്യം ഉപയോഗിച്ച് ഞാൻ ടോർച്ച് തിരികെ എടുക്കുകയും ആ കോടാലി ഉപയോഗിച്ച് ചങ്ങലയെ ആഞ്ഞു വെട്ടാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിട്ടുള്ള ചങ്ങല ആയതുകൊണ്ട് തന്നെ അതിൽ വെട്ടുന്ന ഒരു വെട്ടും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ചങ്ങല ബന്ധിപ്പിച്ചിട്ടുള്ള ടൈൽസ് പൊട്ടിക്കാനായി എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ടൈൽസിൽ പല തവണ ആഞ്ഞടിക്കും. അവസാനം അത് പൊട്ടുക തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ രണ്ട് ചങ്ങലയും ബന്ധിപ്പിച്ചിട്ടുള്ള ടൈൽസ് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ആ ചങ്ങല അവിടെ നിന്നും വിട്ടുവന്നതും മുകളിൽ ആ വാതിൽ തുറക്കുകയും ചെയ്തു. അതിനർത്ഥം ആ ചങ്ങലയിൽ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ്. വില്യംസും ഭാര്യയും ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴായിരുന്നു ആ നായ മറ്റൊരു ചുമര് നോക്കി കുരയ്ക്കുന്നത് അവർ കാണുന്നത്. വില്യംസും ഭാര്യയും സംശയത്തോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ആ ചുമരിൽ ആഞ്ഞു വെട്ടിയതും ആ ചുമരിൽ ഒരു ഹോൾ ഉണ്ടാകുന്നു. ആ ഹോളിനുള്ളിലൂടെ ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് അവർ മറ്റൊരു കാര്യം കാണുന്നത്. നേരത്തെ കണ്ടതുപോലുള്ള താഴേക്ക് നീണ്ടുപോകുന്ന സ്റ്റെപ്പുകൾ, അതിനകത്തായി ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള രണ്ട് കൈവിലങ്ങുകൾ. വില്യംസും ഭാര്യയും ആ നായയെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വീട്ടിലെ പല ചുമരുകളും നോക്കി ആ നായ ഉരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു.